നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ കല്യാണത്തിന് സമ്മതിച്ചുകൊണ്ട് ഞങ്ങളെ ആശീർവദിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് നോക്കാൻ അറിയാം. ഞങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തും മുതലും ഒന്നും വേണ്ട. ഞാൻ പറയുന്ന ഒന്ന് കേക്ക് രോഹിത്. വേണ്ട ആനന്ദ, നമ്മളെ നമ്മുടെ കുടുംബത്തെ അവൻ വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്കും അവനെ വേണ്ട. വാ പോവാം. ചേച്ചി, ഞാൻ നിന്റെ ചേച്ചിയായിട്ടല്ല ഇപ്പൊ നിന്നോട് ഇതൊന്നും പറയുന്നത്. ഞാൻ അവനെ പ്രസവിച്ച അമ്മയല്ലേ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാനിവിടെ എങ്ങനെ നിൽക്കും ആനന്ദ? സ്വന്തം മക്കള് തള്ളയും തന്തയും മരിച്ചു പോയതിന് ശേഷം മാത്രമാടാ കൊള്ളിവെക്കുന്നത്. പക്ഷെ നീയാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊള്ളിവെച്ചു. നല്ല കാര്യമാണ് നീ ചെയ്തത്. നിനക്ക് സന്തോഷമായല്ലോ. ചേച്ചി വിളിച്ചേ? ഞാൻ ആരാ? അനന്യ. എന്റെ പേരല്ല ചോദിച്ചേ. എന്റെ പൊസിഷൻ എന്താണെന്നറിയോ? എന്നേക്കാൾ ഒരു 2 ഇഞ്ച് ഹൈറ്റ് അധികമുണ്ട്, 2 കിലോ വെയിറ്റും അധികമുണ്ട്. അതൊന്നും അല്ല. ഞാൻ നിന്നെക്കാളും 2 മിനിറ്റ് മുന്നേ ജനിച്ചതാ, അറിയോ? ഞാൻ നിന്റെ ചേച്ചി ആയതുകൊണ്ട് നീ എപ്പോഴും എന്റെ പുറകെ വേണം നടക്കാൻ. മനസ്സിലായോ? ഹലോ മാഡം. ആ, നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ വരാൻ ഞങ്ങൾ അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുകയല്ല കേട്ടോ. ഇത് ട്രെക്കിംഗാ. ആരായിരിക്കും ടാർഗറ്റിൽ ആദ്യം എത്തുന്നത് അവരായിരിക്കും വിന്നർ. അപ്പൊ പിന്നെ അത് ഞാൻ തന്നെ പോണ്ടേ? എന്തോ പണിയുള്ളത് പോലെ എന്നോട് നിക്കെന്ന് പറഞ്ഞിട്ട് എന്നെ പിന്നിലാക്കി നീ മുന്നോട്ട് നടക്കുക അല്ലേ? ദിസ് ഈസ് ചീറ്റിംഗ്. അമ്മയുടെ വയറ്റ് കിടക്കുമ്പോഴേയുള്ള തീരുമാനം ഞാൻ ആദ്യം പുറത്തു വരണ്ടെന്നുള്ളത്. ഓ, അറിയാം. ഏട്ടനുണ്ടായിരുന്നെങ്കിൽ നല്ല പുതിയ പാട്ടൊക്കെ പാടി തന്നെ. ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് അവൻ പുറപ്പെട്ടിട്ടുണ്ട്. അവനിപ്പോ വന്നോണ്ടിരിക്കാവും.
അതാ വന്നല്ലോ നമ്മുടെ ഹീറോ. ഇതാ അമ്മ, അമ്പലത്തിൽ കൊടുക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഓൾമോസ്റ്റ് ക്ഷേത്രത്തിന്റെ അടുത്ത് എത്താറായി. ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുമ്പ് നീ എത്തുമെന്നായിരുന്നു ഞങ്ങളുടെ ടെൻഷൻ. ഇവൻ ആരാണെന്ന് വിചാരിച്ചേ? ആനന്ദയുടെ മകനാ. അവിടെ ഇരിക്കുന്നത് ശിവനാണെങ്കിൽ ശിവന്റെ കയ്യിലിരിക്കുന്ന ശൂലമാണിത്. ആനന്ദത്തിന് ലക്ഷ്യം തെറ്റിയാലും ആയുധത്തിന് ഒരിക്കലും ലക്ഷ്യം തെറ്റില്ല. ആ റൈറ്റ് റൈറ്റ്. ചേച്ചി, ഇത്ര സ്പീഡിൽ ഇങ്ങനെ പോവല്ലേ. പാറയിലൊക്കെ വഴുക്കലുണ്ട്. സ്ലിപ്പ് ആയി കഴിഞ്ഞാൽ ഡാമിൽ പോയി കിടക്കും. എനിക്കറിയാടി. നോക്കൂ, അത് കാണുമ്പോ ശരണ്യ ജയിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ? അങ്ങനെയൊന്നുമല്ല, അനന്യെ ജയിക്കാൻ പോണേ, നീ കണ്ടോ? രണ്ടുപേരും നിങ്ങളുടെ മക്കളാണോ? അതേന്നെ, എന്റെ പേര് വിശ്വനാഥനാ. കാര്യം എന്താന്ന് വെച്ചാ ഒരു ജഡ്ജിയുടെ പവർ എന്റെ ഭർത്താവിനുള്ളത്. ആളിപ്പോ ഒരു വക്കീലായിട്ടാ ജോലി ചെയ്തോണ്ടിരിക്കുന്നത്. അത് ശരിയാ, സാറും വിശ്വസിക്കണം. വിശ്വസില്ലെങ്കിൽ വിടില്ലല്ലോ നിങ്ങളുടെ സാർ. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. കപില, നീ ഇങ്ങനെ കാറി വിളിച്ചു കഴിഞ്ഞാ കൈലാസത്ത് ശിവൻറ്റു പോവും കേട്ടോ. വളരെ പതുക്കെ ശിവശിവാന്ന് വിളിച്ചാ മതി. നടക്ക്. ഹലോ, ഒരു മിനിറ്റ് നിക്കണേ, ഞാൻ മാഡത്തിന് കൊടുക്കാം. മാഡം, ആ ട്രെക്കിംഗ് മത്സരത്തിന് സ്പോൺസർഷിപ്പ് ചെയ്തിരുന്നില്ലേ, ആ ഓർഗനൈസർക്ക് മാഡത്തിനോട് സംസാരിക്കണമെന്ന്. ഹലോ. നമസ്കാരം മാഡം. നമസ്കാരം, പറഞ്ഞോളൂ. മാഡം, അല്പസമയം മുമ്പ് ട്രക്കിംഗ് കോമ്പറ്റീഷൻ കഴിഞ്ഞിരിക്കുക. എന്താന്ന് വെച്ചാൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഉണ്ടെന്നോ? എന്ത് പ്രോബ്ലം?
അമ്മ ആ അമ്മ ഹെൽപ് മീ. നോക്കൂ, ഒന്നും പേടിക്കണ്ട. നിന്റെ കൈ പിടിക്ക്. ഹെൽപ് മീ കൈ പിടിക്ക്. പ്ലീസ് ഹെൽപ് മീ പ്ലീസ്. നീ പേടിക്കൊന്നും വേണ്ട. Help me, please. Help me. എന്നെ രക്ഷിച്ചല്ലേ, താങ്ക് യു. ആദ്യം ടാർഗറ്റ് അച്ചീവ് ചെയ്ത ആ പെൺകുട്ടിയെ വിന്നറായിട്ട് പ്രഖ്യാപിക്കണോ അതോ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ച മറ്റേ പെൺകുട്ടിയെ വിന്നറായിട്ട് പ്രഖ്യാപിക്കണമെന്നാ എനിക്കൊന്നും അറിയില്ല മാഡം. മാഡം പറയുകയാണെങ്കിൽ ഒരു തവണ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടാത്ത ഒന്നേ ഉള്ളൂ. അത് നമ്മുടെ ജീവൻ മാത്രമാണ്. നമ്മുടെ കൂടെയുള്ള ഒരാളുടെ ജീവൻ അത് രക്ഷിക്കുന്നതിനേക്കാൾ വലിയ കാര്യം മറ്റൊരു വിജയത്തിനുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്റെ കൂടെ മത്സരിച്ച മറ്റൊരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ തയ്യാറായ ആ പെൺകുട്ടിയെയാണ് വിജയിയായിട്ട് അനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, ശരി മാഡം. ഈ ട്രക്കിംഗ് കോമ്പറ്റീഷനിൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ച ഈ കുട്ടിയെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇത് ശരിയല്ല. മത്സരത്തിൽ ജയിച്ചത് എന്റെ ചേച്ചിയാ. പിന്നെ എങ്ങനെയാ എന്നെ വിന്നറായി അനൗൺസ് ചെയ്തത്? ശ്രദ്ധിക്കും മോളെ, ഒരു മത്സരത്തിൽ ജയിക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു ജീവൻ രക്ഷിക്കുന്നത് വലിയൊരു കാര്യം തന്നെയല്ലേ മോളെ? ഇത് ട്രക്കിങ്ങിന് വെച്ച മത്സരമല്ലേ, അല്ലാതെ മനുഷ്യ നന്മ അളക്കാൻ വേണ്ടി വെച്ച മത്സരമല്ലല്ലോ. റൂള് നോക്കുകയാണെങ്കിൽ ആദ്യം ആരാണോ എത്തുന്നത് അവരെയാണ് വിജയിയായി നമ്മൾ പ്രഖ്യാപിക്കേണ്ടത്. അപ്പൊ എന്റെ ചേച്ചിയല്ലേ ആദ്യം എത്തിയത്? അതെ, അവര് കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥിയല്ലേ. അവരുടെ ജീവൻ ആപത്ത് വന്നപ്പോ രക്ഷപ്പെടുത്തിയതല്ലേ. അതുകൊണ്ട് തന്നെയാ ഞങ്ങളുടെ സ്പോൺസർ മാഡം കൂടി കുട്ടിയെ വിന്നറായിട്ട് പ്രഖ്യാപിക്കണമെന്നാ പറഞ്ഞത്. ഞാൻ സാറിനെ കുറ്റപ്പെടുത്തിയതല്ല. ഇതിന്റെ സ്പോൺസർ മാഡം പറഞ്ഞതും തെറ്റാണെന്നും അല്ല പറയുന്നത്. ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മനുഷ്യത്വമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം വിജയമാണല്ലോ മുഖ്യം. നിങ്ങൾ സത്യത്തിൽ എന്നെ പ്രശംസിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മത്സരത്തിലെ റൂൾസ് പ്രകാരം എന്റെ ചേച്ചിയെ തന്നെ വിന്നറായി അനൗൺസ് ചെയ്യണം. അതായിരിക്കും എനിക്കുള്ള സമ്മാനം. പ്ലീസ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ മോളെ, മാഡത്തിനോടൊന്ന് സംസാരിച്ചിട്ട് പറയാം. ഫോൺ കട്ടായില്ലേ? മാഡം ലൈനിലുണ്ടല്ലോ. മാഡം, അവളുടെ ചേച്ചിയുടെ വിജയത്തിലാണ് ആ അനിയത്തി ശരിക്കും സന്തോഷം കണ്ടെത്തുന്നത്. ഇത്രയും നല്ല മനസ്സുള്ള ഒരു പാവം പെൺകുട്ടിയെ നമ്മൾ വേദനിപ്പിക്കരുത്. അവര് പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളൂ. ഓക്കെ മാഡം. കപില, ഈ പെൺകുട്ടി ആരാണെന്നും ഈ കുട്ടിയെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും എനിക്കുടനെ വേണം. ഓക്കെ മാഡം. Hey!
ഇവളെ പ്രസവിച്ചത് ഞാനാണെങ്കിലും അവൾക്കിപ്പൊ പുനർജന്മം കൊടുത്തത് അയ്യോ, നിങ്ങളെപ്പോലെ മുതിർന്നവർ എന്തിനാ കൈകൂപ്പി സംസാരിക്കുന്നേ? തങ്കം പോലൊരു മകളെയാ നിങ്ങൾക്ക് കിട്ടിയിരിക്കണേ. നിങ്ങൾ ശരിക്കും ഭാഗ്യവതി തന്നെയാ. എന്നാ ഞങ്ങള് പൊക്കോട്ടെ. അനന്യ, നീ ആ സമ്മാനത്തിൽ നോക്കിയിരുന്നത് മതി. ഒന്നിങ്ങ് വാ, ഫ്രഷ് ആയിട്ട് അമ്പലത്തിലേക്ക് പോണം. ശരണ്യ സംസ്കൃതി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ശ്രീശൈലം ക്ഷേത്ര ദർശനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞങ്ങൾ ദർശനം നടത്താൻ പോവുകയാണ്. എന്റെ കൂടെ ചേർന്ന് നിങ്ങൾക്കും ദർശനം ചെയ്യാൻ സാധിക്കും. ശരണ്യ, ഇപ്പോഴെന്തിനാ ഇതൊക്കെ? സമാധാനമായിട്ടൊന്ന് തൊഴാൻ സമ്മതിക്കോ നീയെ? അമ്മേ, ആദ്യം എനിക്ക് എന്റെ യൂട്യൂബ് വ്യൂവേഴ്സിനൊന്ന് കാണിക്കണം. എന്താ സുഖമായിട്ടിരിക്കണോ? വളരെ നന്നായിട്ടിരിക്കുന്നു സ്വാമി. ഈ പുതുവർഷത്തിൽ നെയ്തെടുത്ത ആദ്യത്തെ പട്ടുവസ്ത്രം സ്വാമിക്ക് ചാർത്താൻ വന്നതാ. ഓരോ വർഷവും ഭഗവാനോടുള്ള ഭക്തി വളരെ കൂടി കൂടി വരിക. നിങ്ങളുടെ ഈ കഠിനാധ്വാനവും ഈ ഭക്തിയും കൊണ്ട് നിങ്ങളുടെ ഈ ബിസിനസ് ഒക്കെ ദിനം ദിനം മുന്നേറുക ചെയ്യുള്ളൂ. ഒരുപാട് പേരുടെ ആശ്രയമാണ് നിങ്ങള്. ഭഗവാൻ കാണുന്നുണ്ട്. നിങ്ങളൊരു അന്നപൂർണേശ്വരിയാ. അത് മാത്രമല്ല തിരുമേനി, ഞങ്ങളുടെ വീട്ടിലെ മഹാലക്ഷ്മിയെ ഇവള് തന്നെയാ. വെറുതെ ഇരിക്കു ചേച്ചി. സ്വാമിയുടെ മുന്നിൽ നമ്മളൊക്കെ ആരാ? ശരി തിരുമേനി, ഇത് വാങ്ങിച്ചോളൂ. ആ, ഇനി പേര് നക്ഷത്രവും കാര്യങ്ങളൊക്കെ പറയാ. രാജ്കോട്ട് കുടുംബത്തിലെ ഇളയ തലമുറയാ ഞങ്ങള്. അദ്ദേഹം മുകുന്ദൻ നായർ, അശ്വതി നക്ഷത്രം. പിന്നെ കൂടെയുള്ളത് അനന്തൻ നായർ, പുണർദം നക്ഷത്രം. എന്റെ അനിയത്തി ആനന്ദ ഭൈരവി, മകം. കുതിരയെ പോലെ നിൽക്കുകയാണെങ്കിലും മാളത്തിലിരിക്കുന്ന എലിയെ പോലെ തല മാത്രം പുറത്തേക്ക് ഇട്ട് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന ഇവളുടെ പേരാ കപില, ഭരണി നക്ഷത്രം. പിന്നെ തിരുമേനി, ഒരു പേര് കൂടിയുണ്ട്, രോഹിത്, വിശാഖ നക്ഷത്രം. നമ്മളെല്ലാരും ഒന്നാണ്.
വിശാഖം നക്ഷത്രം രോഹിത് നാമധേയസ്യ സഹ കുടുംബാനാം ക്ഷേമസ്ഥൈര്യധൈര്യ അഭയ ആയുരാരോഗ്യ സൗഖ്യ പൂജാം കരിഷ്യേ വന്ദേ ജഗത് പരമേശ്വര. ഓം ത്രയംബകം യജാമയേ അമൃതേശ്വരി മഹാമംഗളം ഭവ. ചേച്ചി ദേ പൂജ തുടങ്ങി. നന്നായി പ്രാർത്ഥിച്ചു.